ഹലോ ഓൾ, നമ്മൾ സ്റ്റിയറിംഗ് ആംഗിൾ കാലിബ്രേഷൻ്റെ ഒരു ബേസിക്സ് പറഞ്ഞുതരാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് നമ്മൾ എപ്പോഴാണ് സ്റ്റിയറിംഗ് ആംഗിൾ കാലിബ്രേഷൻ ചെയ്യേണ്ടത്, അതായത് അലൈൻമെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് എടുക്കുമ്പോൾ വണ്ടിക്ക് ഒരു സൈഡ് പുള്ളിംഗ് ഉണ്ട്, അല്ലെങ്കിൽ സ്റ്റിയറിംഗ് ഒരു സൈഡിലേക്ക് ടിൽറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കണ്ടീഷൻസിൽ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് വണ്ടിയുടെ സസ്പെൻഷൻ പാർട്സ്, ആക്സിൽസിൽ ഇതിൽ എന്തെങ്കിലും ബെൻഡോ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടോ എന്ന് ആദ്യം ചെക്ക് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ആ വണ്ടിയിൽ ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് ഉള്ള വണ്ടിയാണോ, ESP ഉള്ളതാണോ, ADAS ഉള്ള വണ്ടികളാണോ, ഇങ്ങനെയുള്ള വണ്ടികളിലാണ് നമ്മൾ സ്റ്റിയറിംഗ് ആംഗിൾ കാലിബ്രേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാ വണ്ടികളിലും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത്രയും പാരാമീറ്റേഴ്സ് ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ സ്റ്റിയറിംഗ് ആംഗിൾ കാലിബ്രേഷൻ പ്രൊസീജിയറിലേക്ക് പോകാനും, അതുപോലെ വെഹിക്കിളിൻ്റെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ വണ്ടിയിലേക്ക് OBD കണക്ട് ചെയ്യേണ്ടത്. നമ്മൾ ഈ OBD കണക്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എപ്പോഴും വണ്ടിക്കകത്തിരുന്ന് ഇഗ്നിഷൻ ഓൺ ആക്കാണ്ട് ഇത് കണക്ട് ചെയ്യണം. ഇതിന്റെ പൊസിഷൻ നോക്കിയിട്ട് കണക്ട് ചെയ്യണം. പൊസിഷൻ നോക്കി കണക്ട് ചെയ്തിട്ട് നമ്മൾ വണ്ടിയിൽ ഇഗ്നീഷൻ ഓൺ ആക്കണം. ഇഗ്നീഷൻ മാത്രമേ ഓൺ ആവുള്ളൂ. ഇഗ്നീഷൻ മാത്രമേ ഓൺ ആകാൻ പാടുള്ളൂ. അപ്പം വേറെ എന്തെങ്കിലും ലോഡ് ഓൺ ആണെങ്കിൽ അത് ഓഫ് ചെയ്യുകയും ചെയ്തിരിക്കണം. എന്തെങ്കിലും ലോഡ് ഓൺ ആണെങ്കിൽ ഓഫ് ചെയ്തിരിക്കണം. സോ ഇഗ്നീഷൻ ഓൺ ആകുമ്പോൾ നമുക്ക് ഇത് കണക്ട് ആയി കഴിഞ്ഞാൽ ഇവിടെ നീല ലൈറ്റ് വരും. ഇവിടെ വണ്ടിയിൽ ഈ VCI കണക്റ്റഡ് എന്ന് പറഞ്ഞ് കാണിക്കണം. VCI പച്ചയും ബാറ്ററിയുടെ വോൾട്ടേജും വേണം. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ അടുത്ത പ്രോസസ്സിലേക്ക് പോകാൻ പാടുള്ളൂ. അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സർവീസസിൽ പോയിട്ട് സ്റ്റിയറിംഗ് ആംഗിൾ കാലിബ്രേഷൻ നോക്കിയിട്ട് നമുക്ക് ആദ്യത്തെ പ്രോസസ്സ് ഓട്ടോ വിൻ എടുക്കാം. അതായത് ഓട്ടോ വിൻ റീഡ് ഔട്ട് എടുക്കാം. ഇത് കറക്റ്റാണ്, വിൻ നമ്പർ കറക്റ്റ് ആണെങ്കിൽ നമ്മൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടിയായിട്ട് കോഡിങ് വരും. അപ്പോൾ അതിൻ്റെ മോഡൽ, ഇയർ ഇതെല്ലാം നമ്മൾ RC ആയിട്ട് കമ്പയർ ചെയ്യുക. ഇത് കറക്റ്റ് ആണെന്ന് അറിയുകയാണെങ്കിൽ S കൊടുക്കുക. അപ്പം S കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് കണക്ട് ആവും. ഇതിൽ കണക്ട് ആയി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത പ്രോസസ്സ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ ആകുമ്പോൾ നമ്മൾ ഏത് വണ്ടി എടുത്താലും ആദ്യം നോക്കേണ്ടത് ഡയഗ്നോസിസ്, എന്തെങ്കിലും എറർ ഉണ്ടോ എന്ന് ഡയഗ്നോസ് ചെയ്യണം. അപ്പം ആദ്യം ഏത് വണ്ടിയിൽ നമ്മൾ പോയാലും ഡയഗ്നോസിസ് ഫംഗ്ഷനാണ് ആദ്യം എടുക്കേണ്ടത്. അപ്പോൾ ഡയഗ്നോസ് ചെയ്ത് അതിൽ എത്ര സിസ്റ്റംസ് ഉണ്ടോ ആ സിസ്റ്റത്തിൽ മുഴുവൻ എറർ ഉണ്ടോ എന്ന് നോക്കണം. ഇപ്പോൾ ഇതിൽ ബ്രേക്സും പവർ സ്റ്റിയറിംഗ്, ഓരോ വണ്ടികളും ഓരോ ചിലപ്പോൾ ബ്രേക്ക് മാത്രമേ കാണുള്ളൂ, ചിലർ പവർ സ്റ്റിയറിംഗ് മാത്രമേ കാണുള്ളൂ, ചിലർ വേറെ മോഡ്യൂൾസ് ആണ്. ഓരോ വണ്ടിയിലും ഇത് നമ്മൾ ചെക്ക് ചെയ്യണം. ഓരോന്നിലും ഇപ്പോൾ ബ്രേക്സിൽ നോക്കിയിട്ട് അതിലെന്തെങ്കിലും എറർ ഉണ്ടോ നോക്കുക, ട്രബിൾ കോഡ്സ് എന്ന് പറഞ്ഞിട്ട് റീഡ് ചെയ്യാൻ നോക്കുക. അപ്പോൾ അതിൽ എറർ ഒന്നുമില്ല. എറർ ഉണ്ടെങ്കിൽ ഇവിടെ എറേസ് ചെയ്യാം. എറേസ് ചെയ്ത് എറർ പോയാൽ മാത്രമേ നമുക്ക് കാലിബ്രേറ്റ് ചെയ്യാൻ പാടുള്ളൂ. എറർ ഹിസ്റ്ററി അല്ലെങ്കിൽ പഴയതാണെങ്കിൽ അത് നമുക്ക് എറേസ് ചെയ്താൽ പോകും. അല്ല ലൈവ് ആണ്, ആക്റ്റീവ് ആണെങ്കിൽ അത് പോകത്തില്ല. അപ്പോൾ പോകത്തില്ലെങ്കിൽ ആ എറർ കോഡിൻ്റെ ഡീറ്റെയിൽസ് എടുത്ത് കസ്റ്റമറിന് കൊടുത്ത് നമ്മൾ വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോയി അത് കറക്റ്റ് ചെയ്താൽ മാത്രമേ കാലിബ്രേഷൻ ആവുള്ളൂ. അടുത്ത നമ്മൾ പവർ സ്റ്റിയറിംഗിൻ്റെ നോക്കുകയാണ്. അപ്പം അതിലും ട്രബിൾ കോഡ്സ് എന്തെങ്കിലും ഉണ്ടോ നോക്കുകയാണ്. അതിലില്ല, ഉണ്ടെങ്കിൽ എറേസ് ചെയ്യുമ്പോൾ പോയില്ലെങ്കിൽ നമ്മൾ ഈ സേവ് റിപ്പോർട്ട് കൊടുത്തിട്ട് അത് ഡീറ്റെയിൽസ് കസ്റ്റമറിന് അയച്ചു കൊടുക്കുക. ഇനി ഇത് രണ്ടും കഴിഞ്ഞ് കഴിയുമ്പോഴാണ് നമ്മൾ അടുത്ത പ്രോസസ്സിലേക്ക് പോകുന്നത്. നമ്മൾ ഹോട്ട് ഫംഗ്ഷൻ